Hello guys, welcome back to my YouTube channel. ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂൺ മാസത്തിലെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്ക്രീനിൽ നമ്മൾ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ തുടങ്ങിയിട്ട് 2-3 ദിവസമായി. ജൂൺ ഒരു 6-ാം തീയതി അങ്ങനെ എന്തോ തുടങ്ങിയതാണ്. അപ്പോൾ 2-3 ദിവസമായിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ റീഡിങ്ങിന് വരാവുന്നതാണ്. പിന്നെ കുറച്ച് ദിവസമായി നമുക്കിപ്പോൾ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് റീഡിങ് അങ്ങനെ ഇടാൻ പറ്റുന്നില്ല. കാരണം എനിക്കാണെങ്കിലും കുറച്ച് പുറം വേദന അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്ക് പെയിൻ അങ്ങനെ ഇടക്ക് വരുന്നുണ്ട്. പിന്നെ ഒരു എക്സാം ഒക്കെ ഉണ്ട്, പരീക്ഷ കാര്യങ്ങൾ അങ്ങനെ അത് ഒരു വശമുണ്ട്. പിന്നെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് അങ്ങോട്ട് ഇടാൻ പറ്റാത്തത് വീഡിയോസ്. ഓക്കെ, എല്ലാവരും പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ്. അപ്പം നമുക്ക് ഒന്നോ രണ്ടോ പേർക്ക് നമുക്ക് പേഴ്സണലി നമുക്ക് അതിൻ്റെ ഉത്തരം കൊടുക്കാൻ പറ്റും. ഒരുപാട് മെസ്സേജ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കായിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ കൂടെ തന്നെ കാരണം പറയുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് കേട്ടോ. മാക്സിമം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഡെയിലി വീഡിയോ ഇടാൻ പറ്റാനായിട്ട്, എനിക്ക് വീഡിയോ ഇടാൻ സാധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ടും. പക്ഷേ നിങ്ങളും എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പം ഡിസ്കൗണ്ട് ഞാനത് എൻ്റെ വാട്സപ്പിൽ മാത്രം ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം എൻ്റെ വാട്സപ്പ് നമ്പർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് കാണാനായിട്ട് പറ്റും. അല്ലാത്തവർക്ക് കാണാൻ പറ്റില്ല. യൂട്യൂബിലൂടെ മാത്രം അറിയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു 5-6 ദിവസവും കൂടി ഉണ്ടാവും ഡിസ്കൗണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വരാവുന്നതാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഏറെ കാലമായി ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച ഒരു സന്തോഷകരമായ വാർത്ത നിങ്ങളോട് പറയാൻ പോകുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം മുഴുവനുമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെയും കാണാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കാണാവുന്നതാണ്. കാരണം നിങ്ങളുടെ പേഴ്സന്റെ മുഖം മനസ്സിൽ വിചാരിച്ചുകൊണ്ട്, ഇനിയിപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ മുഖം മനസ്സിൽ വിചാരിക്കുമ്പോൾ വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഫോട്ടോ നോക്കിക്കൊണ്ട് ഈ റീഡിങ് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് ഈ പേഴ്സണും നിങ്ങളും തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്റ്റിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എന്താണ് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ മനോഭാവം, അല്ലെങ്കിൽ എന്താണ് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് എനർജി നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇൻസെപ്പറേബിൾ ആണ്. അതായത് അവർ ലവ് ഈസ് ഓൾവേസ് ദർ ഡെസ്പൈറ്റ് ദ ഡിസ്റ്റൻസ് എന്നാണ്. അപ്പോൾ എത്രത്തോളം ഒരു സെപ്പറേഷനിലാണ്, അതായത് നിങ്ങൾ രണ്ടുപേരും എത്രത്തോളം ഒരു അകൽച്ചയിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ആ ഒരു അകൽച്ചയെല്ലാം കീറി മുറിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങളുമായിട്ട് അകന്നു നിൽക്കുന്നതിൽ, അല്ലെങ്കിൽ അകന്നു നിൽക്കേണ്ടി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. കാരണം നിങ്ങളുടെ സാന്നിധ്യമില്ല, നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ വരുന്നുണ്ട്, നിങ്ങളുടെ ഫിസിക്കലായിട്ട് നിങ്ങൾ കൂടെയില്ല. ഓക്കെ, നിങ്ങളുടെ ആ ഒരു സന്തോഷം, നിങ്ങളുടെ ചിരി, നിങ്ങളുടെ സംസാരം, ഇതൊന്നും ഈ വ്യക്തിക്ക് കേൾക്കാനോ കാണാനോ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്, അതായത് എത്രത്തോളം അകന്നു പോയാലും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു സ്നേഹം അത് ഒരിക്കലും നശിച്ചു പോവുകയില്ല. കാരണം എത്രത്തോളം അകന്നു പോയാലും നമ്മൾ രണ്ടുപേരും വീണ്ടും അടുത്തു വരിക തന്നെ ചെയ്യും എന്ന് തന്നെയാണ്
ഈ പേഴ്സൺ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സൺ അത് തിരിച്ചറിയുന്നത് എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ആദ്യമൊക്കെ ഈ പേഴ്സൺ ഒരു ദേഷ്യത്തോടു കൂടി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം, എനിക്ക് നിന്നെ മതിയായി, അല്ലെങ്കിൽ നമുക്ക് ഈ റിലേഷൻഷിപ്പ് ഇവിടെ വെച്ച് നിർത്താം, അല്ലെങ്കിൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ അതൊരു ദേഷ്യത്തിന്റെയോ വാശിയുടെയോ പുറത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് ഒരു വാശിയുടെ പുറത്ത് മാത്രം പറഞ്ഞിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ്. പക്ഷെ അത് നിങ്ങൾ കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമില്ല. കാര്യത്തോടെടുക്കുമ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളെ മാത്രം മതി. കാരണം നിങ്ങളെ വേർപിരിഞ്ഞുകൊണ്ട് നിൽക്കാൻ ഈ വ്യക്തി തയ്യാറല്ല എന്ന് തന്നെയാണ് ആദ്യത്തെ കാർഡിൽ നിന്നും നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി നമുക്ക് ഹോപ്പാണ് കിട്ടിയിട്ടുള്ളത്. അതായത് പ്രതീക്ഷ. നമുക്ക് എത്രത്തോളം കൈവിട്ട് കിടക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു കാര്യത്തോട് ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ, ഓക്കെ, അത് നമുക്ക് അത്രയും വേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ്, നമുക്ക് അത്രയും ആവശ്യമായ ഒരു കാര്യമായതുകൊണ്ടാണ് നമുക്ക് അതിനോടൊരു പ്രതീക്ഷയുള്ളത്, അല്ലേ? അപ്പോൾ ഈ പേഴ്സണ് നിങ്ങളുമായിട്ട് എത്രത്തോളം തമ്മിൽ തല്ലിയാലും, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും, വഴക്കിട്ടാലും, അകന്നു പോയാലും, വാക്കുതർക്കം ഉണ്ടായാലും, പിണങ്ങിയാലും, എന്തൊക്കെ ആയാലും നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും ഈ വ്യക്തി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ട്. പ്രതീക്ഷയുടെ ആ ഒരു തിരിനാളം ഈ വ്യക്തി എന്താ പറയാ, തിരിനാളത്തോടു കൂടി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണ് ആ ഒരു പ്രതീക്ഷ ഭയങ്കരമായിട്ടുണ്ട്. പലപ്പോഴും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പോലും പറഞ്ഞിട്ടുണ്ടാകാം, എനിക്ക് നീയുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ പ്രതീക്ഷയും നഷ്ടമായി എന്നൊക്കെ ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ അത് നിങ്ങൾ കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് വെറുതെ ദേഷ്യം കൊണ്ട് പറയുന്നതാ, അല്ലെങ്കിൽ വിഷമം കൊണ്ട് പറയുന്നതാ, വഴക്കിടുമ്പോ പറയുന്നതാ. പക്ഷെ മനസ്സുകൊണ്ട് ഈ വ്യക്തിക്ക് വളരെ ആത്മവിശ്വാസം തോന്നിയിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങളായിട്ടുള്ളത് മാത്രമാണ്. അതുപോലെ തന്നെ ഈ പേഴ്സൺ പല കാര്യങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. നേർച്ചകൾ, കാഴ്ചകൾ ഒക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും, ഗണപതി ഭഗവാൻ നിൽക്കുന്നുണ്ട്. ഗണപതി ഭഗവാന്റെ മുന്നിൽ തേങ്ങയുടച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിനെയും കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതിനു വേണ്ടിയിട്ട് വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിനെയും കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു വഴിപാടുകൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ, അതായത് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അത്രയും ഒരു എന്താ പറയുക, ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നേർച്ചകളും കാഴ്ചകളും ഒക്കെ വെക്കുന്ന ഒരു വ്യക്തിനെയും കൂടിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി അത്രയും ഈ പേഴ്സൺ പാമ്പർ ചെയ്യുന്നുണ്ട്, അത്രയും കാത്തു സൂക്ഷിക്കാൻ ഈ വ്യക്തി തയ്യാറാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ പേഴ്സൺ തിരിച്ചറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നാണ് തെറ്റുകൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പില് ഈ വ്യക്തി പലപ്പോഴും നീതി പുലർത്തിയിരുന്നില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ, നന്നായിട്ട് നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിച്ചിരുന്നില്ല എന്നുള്ളൊരു കുറ്റബോധം ഈ വ്യക്തിക്കുണ്ട്. കാരണം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു രാജകുമാരൻ ഇരിക്കുന്നുണ്ട്. എല്ലാ സുഖ സൗകര്യങ്ങളോട് കൂടിയുമാണ് ഈ രാജകുമാരൻ ഇരിക്കുന്നത്. പക്ഷെ വളരെ ദുഃഖത്തോടു കൂടിയാണ് ഈ വ്യക്തി ഇരിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ ഈ വ്യക്തിക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, പക്ഷേ ഈ വ്യക്തി നിങ്ങളോട് നീതി പുലർത്തിയിരുന്നില്ല. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പില് ഒരുപാട് നീതി പുലർത്തിയിരുന്നില്ല. അതായത് നിങ്ങൾ ഈ വ്യക്തിയോട് സ്നേഹം കാണിക്കുകയും അതുപോലെ പല രീതിയിലും നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുകയും മനസ്സ് തുറന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നപ്പോഴും ഈ വ്യക്തി കുറച്ച് അകലം പാലിച്ചാണ് നിന്നിരുന്നത്. അതായത് നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കുകയോ, നിങ്ങൾക്ക് പ്രാധാന്യം തരികയോ, നിങ്ങൾക്ക് മുന്നിൽ മനസ്സ് തുറക്കുകയോ ഒന്നും ഈ പേഴ്സൺ ചെയ്തിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട്, അതായത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് അടുക്കാത്തത് കൊണ്ട്,
അതായത് ചേർന്ന് നിൽക്കാത്തത് കൊണ്ട്, മാനസികമായിട്ട് അടുക്കാത്തത് കൊണ്ട്, ചേർന്ന് പൊരുത്തപ്പെട്ട് പോകാത്തത് കൊണ്ട്. അപ്പൊ നിങ്ങൾ പലപ്പോഴും ഇതിനോട് ചോദ്യം ചെയ്തിട്ടുണ്ട് ഈ വ്യക്തിയോട്. ഓക്കെ, ഈ വ്യക്തിയോട് ചോദ്യം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഈ പേഴ്സൺ ചിലപ്പോൾ ഒരു അഹങ്കാരമുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുന്ന, ഞാനാണ് വലിയ ആള്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ താഴ്ന്നു തരത്തില്ല, ഞാൻ അങ്ങനെ കുറച്ച് ഹൈ ആയിട്ടൊക്കെ നിൽക്കത്തുള്ളൂ, ഞാൻ അങ്ങനെ ആദ്യം മുന്നിൽ താഴത്തില്ല എന്നുള്ള രീതിയിൽ കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയായിരിക്കണം. പക്ഷെ അത് പിന്നീട് ഒരു നെഗറ്റീവായി മാറി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ പേഴ്സൺ വന്നില്ല എന്നുള്ളത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അതായത് നിങ്ങൾ നല്ല രീതിയിൽ ഈ പേഴ്സണെ സ്നേഹിച്ചു, പക്ഷെ നിങ്ങൾ എത്രത്തോളമാണോ ഈ പേഴ്സണെ സ്നേഹിച്ചത്, അതുപോലെ തിരിച്ച് ഈ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ സാധിച്ചില്ല. തിരിച്ച് ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു പോയി എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ഈ പേഴ്സന്റെ പല തെറ്റുകളും ഈ പേഴ്സൺ സ്വന്തമായിട്ട് തിരിച്ചറിയുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആൻഡ് ഓൾസോ ഒരു ഇമ്പോർട്ടന്റ് ഇൻഫോർമേഷൻ, പലതരത്തിലുള്ള കാര്യങ്ങൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിവിടെ വരുന്നത് നിങ്ങളുമായിട്ടുള്ള റിയൂണിയനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും തെറ്റിദ്ധാരണകൾ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സണെ കുറിച്ചിട്ട് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തെറ്റിദ്ധാരണകൾ എന്ന് പറയുന്നത് മേ ബി അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സണെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണകളൊക്കെ തോന്നിയിട്ടുണ്ടാകാം. അപ്പൊ ആ തെറ്റിദ്ധാരണകളെ കുറിച്ച് സംസാരിക്കാനും അത് നീ ഉദ്ദേശിക്കുന്നത് പോലെയല്ല, ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, അല്ലാതെ നീ ഉദ്ദേശിക്കുന്നത് പോലെയല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ റിലീജിയസ് ഫാക്ടേഴ്സ് ഇവിടെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഇവിടെ ഒരു വ്യക്തി ആത്മീയമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയും മറ്റേ വ്യക്തിയാണെങ്കിൽ ഭൗതികമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയും. അതായത് നിങ്ങൾ കുറച്ച് ആത്മീയമായിട്ട്, അതായത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രേക്ഷകരായ നിങ്ങൾ ആത്മീയമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരും, ഈ പേഴ്സൺ ആണെങ്കിൽ കുറച്ച് ഭൗതികമായിട്ട്, അതായത് കുറച്ച് മറ്റുള്ള കാര്യങ്ങളോടൊക്കെ കുറച്ച് ആക്രാന്തം, കുറച്ച് താല്പര്യം കൂടുതൽ, കുറച്ച് പണത്തിനോട് ആർത്തി, അല്ലെങ്കിൽ കുറച്ച് മറ്റു പല സുഖങ്ങളോട് കുറച്ച് കൂടുതൽ ആർത്തിയൊക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു ഇംബാലൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ദ റിലീജിയസ് ഫാക്ടേഴ്സ്, ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ജാതിയുടെയും മതത്തിന്റെയും കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാകാം. അപ്പൊ ആ ഒരു കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ദ ഓവറോൾ എനർജീസ് ദ കാർമിക് ഡെപ്റ്റ് ആണ്. അതായത് നിങ്ങൾ പലപ്പോഴും വിചാരിക്കുന്നുണ്ടാകാം ഈ പേഴ്സൺ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് എപ്പോഴും കണ്ടിന്യൂഷൻ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. നമുക്കിവിടെ ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് പൂർവ്വജന്മത്തിൽ നിന്നും വന്നിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ്. ഒരിക്കലും പെട്ടെന്ന് ഒരു ദിവസം പൊട്ടി ഉള്ളൊരു റിലേഷൻഷിപ്പ് അല്ല. ഇതൊരു പൂർവ്വജന്മ റിലേഷൻഷിപ്പ് ആണ്. അതുകൊണ്ട് മുജ്ജന്മത്തിലെ കർമ്മം ഈ ഒരു ജന്മത്തിലേക്കും വരുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കഴിഞ്ഞ ജന്മത്തില് നിങ്ങൾക്ക് കിട്ടാതെ പോയത് ഈ ജന്മത്തിൽ കിട്ടും. ഈ പേഴ്സണെ കിട്ടിക്കൊണ്ടിരുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ഈ ജന്മത്തിൽ കിട്ടണം എന്നില്ല. സോ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പോരായ്മകൾ നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കർമ്മം നല്ല രീതിയിൽ ഉണ്ടാകും. കർമ്മം കൂടുതൽ ചുരുളഴിയുന്ന ഒരു റിലേഷൻഷിപ്പും കൂടി ആയിരിക്കും ഇത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു ഇമ്പോർട്ടന്റ് ഇൻഫോർമേഷൻ, ഒരു 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 വാർത്ത, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാർത്ത ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങളിലേക്ക് ഉണ്ടാകുന്നുണ്ട്. അത് ഉറപ്പായിട്ടും നിങ്ങൾ ഒന്ന് നോക്കിയിരിക്കണം. ഓക്കെ, അത് അലേർട്ടായിട്ടിരിക്കണം. സോ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് ഈ വീഡിയോന്റെ തുടക്കത്തിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.